മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ പുതിയതായി ആരംഭിച്ച NDPS കോടതി പ്രവർത്തനം ആരംഭിച്ചു. കേരള ഹൈക്കോടതി സീനിയർ ജഡ്ജി ജസ്റ്റിസ് രാജ വിജയരാഘവൻ NDPS കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ പുതിയ ഒരു കോടതി കൂടി പ്രവർത്തനം ആരംഭിച്ചു. മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി അനുവദിച്ച NDPS കോടതിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ പുതിയ NDPS കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ NDPS കേസുകൾ എറണാകുളം ജില്ലയിലാണ്. കമ്പാരിറ്റീവ്ലി 1400 എത്ര കേസുകളുണ്ട് എറണാകുളത്ത്. ഇതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇരിക്കുന്നതെല്ലാം വലിയ ഈ ജൂനിയർ മോസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ 10 വർഷത്തിൽ താഴെയുള്ള അഭിഭാഷകരൊന്നും വലുതായിട്ട് കാണുന്നില്ല. മിക്കവാറും എല്ലാം എന്നെക്കാളും ഒരു 10 വർഷത്തിന് താഴെയുള്ളവരായിരിക്കും. എന്നാലും NDPS കേസ് ആവുമ്പോഴത്തേക്ക് ഒരു ചെറിയ കാര്യമുള്ളതെന്ന് വെച്ചാൽ റിവേഴ്സ് ബേർഡൻ ഉണ്ട്, എക്സ്ട്രീംലി ടെക്നിക്കലാണ്, സ്ട്രോങ് സ്റ്റാറ്റ്യൂട്ടറി പ്രിസംപ്ഷൻ ഉണ്ട്, 64 പല പ്രിസംപ്ഷനുണ്ട്. അപ്പോൾ കേസ് നടത്താനായിട്ട് ഒരു സ്കിൽ ലെവലുണ്ട് NDPS എന്ന് വെച്ചാൽ അതിനൊരു ഒരു കംപ്ലയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ജാമ്യം കിട്ടാൻ പോലും സെക്ഷൻ 37 അനുസരിച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കൺഫർ ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മൾ സന്തോഷിച്ചിട്ട് കാര്യമില്ല. ആ കേസ് നന്നായിട്ട് നടത്താനും കൂടെ ഒരവസരം വേണം. എന്ന് വെച്ചാൽ ഓരോ ജൂനിയർ അഭിഭാഷകരും ഇപ്പം ഞാൻ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ 302 കേസും NIA കേസും മണി ലോണ്ടറിങ് ഒക്കെയാണ് എൻ്റെ മുമ്പിൽ വരുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ആ കേസ് നോക്കുമ്പോൾ നമുക്കറിയാം ജഡ്ജസ് എന്തുമാത്രം ഇൻപുട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന്. എന്നുവെച്ചാൽ ആ കേസ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ മൊഴി വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. 6 നിലകളിലായി പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ നിരവധി കോടതികളാണ് പ്രവർത്തിച്ചു വരുന്നത്. 3 ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളും മുൻസിഫ് കോടതിയും സബ് കോടതിയും പോക്സോ കോടതിയും ഫാമിലി കോടതിയും വിജിലൻസ് കോടതിയും ECC കോടതിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ NDPS കോടതി കൂടി അനുവദിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. മാത്യു കുഴൽനാടൻ MLA മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് KN ഹരികുമാർ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് AK ശ്രീകാന്ത്, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ജയലാൽ, അഡ്വക്കേറ്റ് എബ്രഹാം ജോസഫ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.